അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദൈവമില്ല എന്നുള്ള വിശ്വാസക്കാരോടല്ല, ദൈവമുണ്ട് എന്നാൽ മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അഥവാ നമ്മെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്, ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ഈ ആകാശത്തെ സൃഷ്ടിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരോട്, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട്, അവർക്ക് മരണാനന്തര ജീവിതമില്ല എന്നാണ് അവരുടെ വിശ്വാസമെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫ് അവരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم ഫഹും ഫീ അംരിൻ മരീജ്. അല്ലാഹു പറയാണ്, ഖാഫ്. ഖാഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അതേപോലെയുള്ള ചില ആയത്തുകൾ കാണാൻ കഴിയും. ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, വൽ ഖുർആനിൽ മജീദ്, മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം. ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി സത്യം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ സത്യം പിടിച്ചുകൊണ്ട് പറയാണ്, ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, തീർച്ചയായും അവർ അത്ഭുതപ്പെട്ടു എന്നാണ്. എന്തുകൊണ്ട്? അൻജാഅഹും മുൻദിറും മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ, ഒരു മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നതിൽ അവർ അത്ഭുതപ്പെട്ടു. ആരെക്കുറിച്ചാണ് പറയുന്നത്? മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച, എന്നാൽ മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിച്ച ആളുകൾ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ അവർക്ക് നിയോഗിച്ചപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. ഫഖാലൽ കാഫിറൂൻ, എന്നിട്ട് അവർ പറയാണ്, കാഫിരീങ്ങൾ പറയാണ്, വിശ്വാസികൾ പറയാണ്, ഹാദാ ശൈഉൻ അജീബ്, ഇത് അത്ഭുതമായിരിക്കുന്നു, ഇത് അത്ഭുതമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അവർ അത്ഭുതപ്പെടാൻ കാരണം? അഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജഉൻ ബഈദ്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്ന് മക്കക്കാരെയും പിന്നെ പ്രവാചകന്റെ കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി പ്രവാചകൻ പറയാണ്, പ്രവാചകന് ലഭിച്ച വഹി, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും മരണമുണ്ടെന്നും മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്നും അവിടെ സ്വർഗവും നരകവും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ്, അഇദാ മിത്നാ വകുന്നാ തുറാബൻ, നമ്മൾ മരിച്ചു കഴിഞ്ഞ് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മണ്ണായി, ഇതാ മിച്ചനാവ കുന്ന തുറാബൻ, തുറാബായി കഴിഞ്ഞിട്ട് ദാലിക റജഉൻ ബഈദ്, അത് വിദൂരമായ ഒരു മടക്കമാണ് എന്ന് പറഞ്ഞാൽ മരിച്ച് മണ്ണായി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പുനർജന്മമോ അവരുടെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അത് വിദൂരമായ ഒരു മടക്കമാണ് എന്ന് വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ വന്ന് പറയാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അവർ പറയാണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാ വെക്കുക? മണ്ണിലേക്ക് വെക്കും. ആ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് ആ മനുഷ്യനെ ഭക്ഷിക്കും. ആ ഭക്ഷിച്ച അല്ലെങ്കിൽ ആ മണ്ണിൽ നിന്ന് നുരുമ്പിച്ച ആ മനുഷ്യൻ വീണ്ടും പുനർജനിക്കുകയോ, അതൊക്കെ വിദൂരമായ ഒരു കാര്യമാണ് എന്ന് പറയുകയാണ് മക്കയിലെ മുശ്രിക്കുകൾ. അല്ലാഹു പറയാണ്, ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. ഖദ് അലിംനാ, നമുക്കറിയാം, തീർച്ചയായും നമുക്കറിയാം, മാ തൻഖുസുൽ അർദു മിൻഹും, നിങ്ങളിൽ നിന്ന് ഭൂമി എന്താണ് ഭക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാം. നോക്കൂ, ഭൂമിയിലേക്ക് വെക്കുന്നതല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷേ ഭൂമിയിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവനെ ഖബറടക്കി കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നുള്ളത് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു പറയാണ്, ഭൂമി നിങ്ങളിൽ നിന്ന് എത്രത്തോളം ഭക്ഷിക്കും, നിങ്ങളിൽ നിന്ന് എത്രത്തോളം കഴിക്കും, നിങ്ങളിൽ എത്ര ബാക്കി ആ മണ്ണിലുണ്ടാകും, നിങ്ങളുടെ എത്ര എല്ലുകൾ നുരുമ്പിച്ചു പോകും, എത്ര എല്ലുകൾ നുരുമ്പിക്കാതെ ബാക്കി ഉണ്ടാകും, അതെനിക്കറിയാം. വഇൻദനാ കിതാബുൻ ഹഫീദ്, എൻ്റെ അടുക്കൽ ഒരു ഗ്രന്ഥമുണ്ട്, ഒരു കിതാബുണ്ട്, എല്ലാം രേഖപ്പെടുത്തി വെച്ച ഒരു കിതാബ്, അതെൻ്റെ അടുക്കലുണ്ട്, അതിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരവശിഷ്ടവും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദൈവം നമ്മളെ ഈ ഭൂമിയിലോട്ട് പടച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മണ്ണായി നമ്മുടെ ഏതാനും എല്ലുകൾ മാത്രം ബാക്കിയുണ്ടായിരിക്കെ ആ എല്ലുകളിൽ നിന്ന് വീണ്ടും നമ്മളെ സൃഷ്ടിക്കുവാൻ അള്ളാഹുവിന് പ്രയാസമാണോ എന്ന് ചോദിക്കുകയാണ്. അള്ളാഹു പറയാണ്, ബൽ കദ്ദബു ബിൽ ഹഖ്, എങ്കിലും കദ്ദബു, അവർ കളവാക്കാണ്, ബിൽ ഹഖ്, യാഥാർത്ഥ്യത്തെ. ഏത് യാഥാർത്ഥ്യം? ഈ സത്യം മനസ്സിലാക്കിയ അവർ മരണാനന്തര ജീവിതത്തെയും ഒക്കെ അവർ തള്ളിക്കളയാണ്, അവർ കളവാക്കാണ്. ലമ്മാ ജാഅഹും, അവർക്ക് വന്നെത്തിയ സത്യം, ഫഹും ഫീ അംരിൻ മരീജ്, അങ്ങനെ അവർ അനിശ്ചിതമായ ഒരു നിലപാടിലാണ്, ഒരു നിലപാടില്ലാത്ത ആളുകളാവാണ്. അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രവാചകനെ കൊണ്ട് അവർ പറയാണ്, പ്രവാചകൻ ഷായിറാണ്, പ്രവാചകൻ കൊണ്ടുവന്നത് ഷിയറാണ്,
പിന്നെ പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജ്യോത്സ്യനാണ്, കൊണ്ടുവന്നത് ജ്യോത്സ്യമാണ്, മജ്നൂനാണ്, കൊണ്ടുവന്നത് ഒരു ഭ്രാന്തൻ്റെ എഴുത്തുകളാണ് എന്ന് പറഞ്ഞ് അവർക്ക് തന്നെ ഒരു നിലപാടില്ലാത്ത ഒരവസ്ഥ നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മെ അള്ളാഹു അല്ലെങ്കിൽ ഒരു ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ദൈവം പറയുന്നു, ആ അള്ളാഹു പറയുന്നു, മരണാനന്തര ഒരു ജീവിതമുണ്ട്.